എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിലെ 63-ാമത്തെ സർഗത്തിൽ 8 മുതൽ 14 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഈ സർഗത്തിൽ നമ്മൾ കണ്ടത് വളരെ കഠിനമായിട്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന വിശ്വാമിത്രൻ പെട്ടെന്ന് വഴിമാറി ആ തപസ് ചെയ്യുന്ന ആശ്രമത്തിൽ വന്ന് മേനക എന്ന പേരുള്ള അപ്സരസ് താമസിക്കാൻ തുടങ്ങി. ഒരു ദിവസം പുഷ്കര തീർത്ഥത്തിൽ സ്നാനം ചെയ്യാൻ വേണ്ടി വന്നവളായിരുന്നു മേനക. മേനകയുടെ സൗന്ദര്യം കണ്ട് അതിൽ മയങ്ങിപ്പോയവനായിട്ടുള്ള വിശ്വാമിത്രൻ അവളെ തൻ്റെ ആശ്രമത്തിലേക്ക് ക്ഷണിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. നമുക്ക് ശ്ലോകം നോക്കാം. തപസോ ഹി മഹാവിഘ്നോ വിശ്വാമിത്രമുപാഗമത് തസ്യാം വസന്ധ്യാം വർഷാണി പഞ്ച രാഘവ. അല്ലയോ രാഘവ ശ്രീരാമ, ഈ മേനക എത്ര കാലം വിശ്വാമിത്രൻ്റെ കൂടെ താമസിച്ചുവോ അത്രയും കാലം അദ്ദേഹത്തിൻ്റെ തപസ് വിഘ്നമായി തീർന്നു. അതാണ് തപസോഹി മഹാവിഘ്ന വിശ്വാമിത്രം ഉപാഗമത്. വിശ്വാമിത്രൻ്റെ സമീപത്തേക്ക് തപസ്സിൻ്റെ വിഘ്നം ഓടിയോടി വന്നു. അദ്ദേഹം അത്ര കാലമായിട്ട് തീവ്രമായി ചെയ്തതായ ആ തപസ് മുറിഞ്ഞുപോയി, അതിന് വിഘ്നം വന്നുപോയി. ഇടയിൽ കുറേ കാലത്തേക്ക് അദ്ദേഹം തപസ്സേ ചെയ്തില്ല. അതാണ് തപസ മഹാവിഘ്ന വിശ്വാമിത്രം ഉപാഗമത്. എന്തുകൊണ്ടാണ്? തസ്യാം വസന്ധ്യാം, ആ മേനക അവിടെ വസിച്ചത് കാരണം. പഞ്ചവർഷാണി തപസ മഹാവിഘ്ന ഉപാഗമത്. പഞ്ചവർഷാണി എന്ന് വെച്ചാൽ 5+5, അതായത് 10 കൊല്ലം. 10 കൊല്ലമാണ് മേനക വിശ്വാമിത്രൻ്റെ കൂടെ താമസിച്ചത്. ആ 10 കൊല്ലവും വിശ്വാമിത്രൻ തപസ്സേ ചെയ്തില്ല, മേനകയോട് കൂടി രമിച്ച് അങ്ങനെ കഴിഞ്ഞുകൂടി. അങ്ങനെയാണ് സംഭവിച്ചത്. അത്രയും കാലം അതിതീവ്രമായി തപസ് ചെയ്ത ആളാണ്, എന്നിട്ടാണ് ഇങ്ങനെയൊരു വിഘ്നം വന്ന് പെട്ടത്. അവസാനം എന്തുണ്ടായി? 9-ാമത്തെ ശ്ലോകം നോക്കാം. വിശ്വാമിത്രാശ്രമേ സൗമ്യേ സുഖേന വ്യതിചക്രമു അധകാലേ ഗതേ തസ്മിൻ വിശ്വാമിത്രോ മഹാമുനി സവ്രീഡൈവ സംവൃത്തശ്ചിന്താശോകപരായണ. 10-ാമത്തെ ശ്ലോകത്തിൻ്റെ ആദ്യത്തെ വരി കൂടി ചൊല്ലിയിട്ടുണ്ട്, എന്നാലേ അർത്ഥം പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ആ മേനക അവിടെ താമസിച്ചപ്പോൾ 10 കൊല്ലം തപസ് ചെയ്തില്ല. വിശ്വാമിത്ര ആശ്രമേ സൗമ്യേ, വളരെ സുഖകരമായിട്ടുള്ള സൗമ്യമായിട്ടുള്ള, ആരും ധിക്കാരത്തിലോ ഒന്നും പെരുമാറുന്നില്ല. വിശ്വാമിത്രനും മേനകയും കൂടിയിട്ട് ആ ആശ്രമത്തിൽ സുഖേന വ്യതിചക്രമു, സുഖമായിട്ട് 10 കൊല്ലം അങ്ങനെ കഴിച്ചുകൂട്ടി. അങ്ങനെ എല്ലാ കാലത്തും അങ്ങനെ സംഭവിക്കാൻ പറ്റില്ലല്ലോ, അതിനൊക്കെ എല്ലാത്തിനും ഒരു അറുതിയുണ്ട്. അവസാനം അധ കാലേ ഗതേ തസ്മിൻ കാലേ ഗതേ, അങ്ങനെ കാലം കഴിഞ്ഞപ്പോൾ 10 കൊല്ലം കഴിയാറായപ്പോഴാണ് മഹാമുനി വിശ്വാമിത്ര, മഹാമുനിയായിട്ടുള്ള വിശ്വാമിത്രൻ സവ്രീഡ ഇവ സംവൃത്ത ചിന്താശോകപരായണ സവ്രീഡ ഇവ സംവൃത്ത. ചിന്താശോകപരായണ, ചിന്താശോകം എന്ന് വെച്ചാൽ ചിന്തിച്ച് വളരെ ദുഃഖിതനായിട്ട് അതിൽ മുങ്ങിയവനായിട്ടും സവ്രീഡ വളരെ ലജ്ജാലുവായിട്ടുമൊക്കെ മാറി. എന്തായിരിക്കും അതിന് കാരണം? നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്ര കഠിനമായിട്ട് തപസ് ചെയ്ത ഞാൻ എന്താപ്പം ചെയ്തത്? ഈ 10 കൊല്ലം തപസ്സേ ചെയ്തില്ല, എന്തൊരു കഷ്ടമാണ്. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരിക്കാം വിശ്വാമിത്രൻ്റെ മനസ്സിൽ കൂടെ പോയത്. അതാണ് പറഞ്ഞത് സവ്രീഡ ഇവ, ആകെ ലജ്ജാലുവായിട്ട് ആകെ ദുഃഖിതനായി തീർന്നു. തൻ്റെ പ്രവൃത്തി ഒട്ടും ശരിയായില്ല എന്നുള്ളത് വിശ്വാമിത്രന് അപ്പോഴാണ് തോന്നിയത്. അതാണ് അതിനുശേഷം പറയാണ് ബുദ്ധിർമുനേ സമുത്പന്ന സാമർഷ രഘുനന്ദന സർവം സുരാണാം കർമ്മൈതത്തപോപഹരണം മഹത് അഹോരാത്രാപദേശേന ഗതാ സംവത്സരാദശ. അങ്ങനെ 10 കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അതായത് തോന്നി ഇത് ശരിയല്ല. അതാണ് മുനേഹേ സാമർഷ ബുദ്ധി സമുത്പന്ന, അല്ലയോ രഘുനന്ദന ശ്രീരാമ, ആ വിശ്വാമിത്രൻ്റെ മനസ്സിൽ ഒരു അമർഷമുള്ളതായ ബുദ്ധി, അമർഷം ദേഷ്യം. പെട്ടെന്നാണ് പല കാര്യങ്ങളും അദ്ദേഹം തിരിച്ചറിഞ്ഞത്. അത്രയും കാലം വളരെ രമ്യതയോട് കൂടിയിട്ട് മേനകയോട് കൂടി കഴിച്ചു കൂട്ടുകയാണ് ഉണ്ടായത്. അങ്ങനെ കാലം ചെന്നപ്പോൾ 10 കൊല്ലമൊക്കെ ആവാറായപ്പോഴേക്കും വിശ്വാമിത്രന് മനസ്സിലായി ഇത് ശരിയല്ല, ഇത് വേറെ ആരോ അതിൻ്റെ ഇടയിൽ കിടന്ന് കളിച്ചതാണെന്ന് മനസ്സിലായി. അതാണ് അമർഷത്തോട് കൂടിയിട്ടുള്ളൊരു ചിന്ത വിശ്വാമിത്രൻ്റെ മനസ്സിലേക്ക് കയറി വന്നത്. അങ്ങനെ ഒന്ന് കഠിനമായിട്ട് ആലോചിച്ചപ്പോൾ വിശ്വാമിത്രന് മനസ്സിലായി സർവം സുരാണാം കർമ്മ ഏതത് തപോപഹരണം മഹത്.
എൻ്റെ തപസ്സിനെ അപഹരിക്കുക എന്നുള്ളതായ മഹത് കർമ്മ, അത് ആരുടെ പണിയായിരുന്നു? സർവം സുരാണാം കർമ്മ, എല്ലാം ദേവന്മാരുടെ കളികളാണ്, ദേവന്മാർ ചെയ്തതാണ്. ദേവന്മാരുടെ ഒരു ആയുധമായിരുന്നു മേനക. അങ്ങനെ മേനക ഇവിടെ വന്നു, ഞാൻ അവളിൽ വശംവദനായി, അങ്ങനെ എൻ്റെ തപസ് മുഴുവൻ ഇല്ലാതെയായി. ഇതിനൊക്കെ കാരണം ദേവന്മാരാണ് എന്നുള്ളത് വിശ്വാമിത്രന് ഒന്ന് കൂലങ്കഷമായിട്ട് ചിന്തിച്ചപ്പോൾ മനസ്സിലായി. എന്നിട്ട് ആലോചിക്കുകയാണ്, അഹോരാത്രാപദേശേന, അഹസ രാത്രി എന്നുള്ള രീതിയിൽ രാപ്പകൽ എന്നുള്ള പോലെ വളരെ നിസാരമായിട്ടുള്ള ഒരു കാലം എന്നതുപോലെ ദശ സംവത്സരാഹ ഗത 10 കൊല്ലാണ് പോയത്. വളരെ നിസാരപ്പെട്ട സമയം പോയ പോലെയാണ്. അതാണ് അഹോരാത്രം, ഒരു രാത്രിയും ഒരു പകലും കഴിഞ്ഞതുപോലെ 10 കൊല്ലം അങ്ങോട്ട് എൻ്റെ പോയി കിട്ടി. ഞാൻ വെറുതെ ഈ അപ്സരസിൻ്റെ കൂടെ കാലം കളഞ്ഞു, തപസ്സൊന്നും ചെയ്യാതെ. എത്ര കഠിനമായിട്ട് തപസ് ചെയ്ത് അതിൻ്റെയൊക്കെ ശക്തി സമ്പാദിച്ചവനാണ് ഞാൻ. എന്നെയല്ലേ ബ്രഹ്മാവ് വന്നിട്ട് ഋഷിയായി തീർന്നു എന്നൊക്കെ പറഞ്ഞത്. എന്നിട്ട് അതൊക്കെ എത്ര നിമിഷ നേരം കൊണ്ട് ഇല്ലാതെയായി. 10 കൊല്ലം ഞാൻ ഒന്നും ചെയ്യാതെ ഈ അപ്സരസിൻ്റെ കൂടെ ജീവിച്ചുവല്ലോ എന്നിങ്ങനെ വളരെ ദുഃഖകരമായിട്ടുള്ളൊരു ചിന്ത വിശ്വാമിത്രൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയി. എന്നിട്ട് കാമമോഹാഭിഭൂതസ്യ വിഘ്നോയം പ്രത്യുപസ്ഥിത സ നിശ്വസൻ മുനിവര പശ്ചാത്താപേന ദുഃഖിത. തനിക്ക് ഇങ്ങനെ ഒരു വിഘ്നം വന്നത് എന്തുകൊണ്ടാണ്? തൻ്റെ തപസ് എന്തുകൊണ്ടാണ് തുടർന്നു പോവാഞ്ഞത് എന്ന് ആലോചിച്ചപ്പോൾ വിശ്വാമിത്രന് മനസ്സിലായി, തൻ്റെ മനസ്സിൽ എന്തായിരുന്നു? കാമമോഹാഭിഭൂതസ്യ മമ, എൻ്റെ മനസ്സ് മുഴുവനും എന്തൊക്കെയായിരുന്നു? കാമം, മോഹം എന്നിവയൊക്കെ വന്ന് നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര കഠിനമായിട്ടുള്ളൊരു വിഘ്നം വന്ന് എൻ്റെ മാർഗത്തിൽ ഭവിച്ചത്. അയം വിഘ്ന പ്രത്യുപസ്ഥിത, കാമമോഹങ്ങൾ വന്ന് നിറഞ്ഞത് കാരണമാണ് എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് എൻ്റെ തപസ് മുടങ്ങിപ്പോയി. കാമവും മോഹവും ഇല്ലാതിരുന്നുവെങ്കിലോ ഒരു കുഴപ്പമില്ലാതെ പിന്നെയും തുടർന്ന് തപസ് ചെയ്തേനെ, എത്രയോ പെട്ടെന്ന് ബ്രഹ്മർഷി ആയേനെ. പക്ഷേ ഇപ്പോൾ 10 കൊല്ലം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. സ നിശ്വസൻ മുനിവര, ആ മുനിവരൻ നിശ്വസിച്ചുകൊണ്ട്, നിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദീർഘശ്വാസം എടുത്തുകൊണ്ട്, ദുഃഖം വരുമ്പോഴാണ് ദീർഘനിശ്വാസങ്ങളൊക്കെ ഉതിർക്കുക. അങ്ങനെ ചെയ്തുകൊണ്ട് ആ മുനിവരൻ പശ്ചാത്താപേന ദുഃഖിത, പശ്ചാത്താപം വന്ന് ഭവിച്ചവനായി. ഇത് ചെയ്തത് വളരെ തെറ്റാണ്. പശ്ചാത്താപം വല്ലാതെ വന്ന് ഭവിച്ചു വിശ്വാമിത്രന്. താനിത് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു അപ്സരസനെ തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ പാടില്ലായിരുന്നു. കാമവും മോഹവും ഒക്കെ വല്ലാതെ വളർന്നത് കൊണ്ടാണ് താൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇത് വളരെ തെറ്റാണ് എന്നുള്ള പശ്ചാത്താപം കൊണ്ട് വിശ്വാമിത്രൻ്റെ മനസ്സ് മുഴുവനും നിറഞ്ഞു. അതൊക്കെ ആ ഒരു മാനസികാവസ്ഥയിലായപ്പോഴേക്കും മേനക എന്താണ് ചെയ്തത്? ഇതാണ് 13ാമത്തെ ശ്ലോകം. ഭീതാമപ്സരസം ദൃഷ്ട്വാ വേപന്തീം പ്രാഞ്ജലിം സ്ഥിതാം മേനകാം മധുരൈർവാക്യൈർവിസൃജ്യ കുശികാത്മജ. അങ്ങനെ വിശ്വാമിത്രനാകെ മാറിയെന്ന് കണ്ടപ്പോൾ മേനകയ്ക്ക് വളരെയധികം പേടിയായി. അതാണ് ഭീതാം അപ്സരസം ദൃഷ്ട്വാ വേപന്തീം പ്രാഞ്ജലിം സ്ഥിതാം. പേടിച്ച് വിറച്ച് തൻ്റെ മുമ്പിൽ കൈകൂപ്പി മുട്ടുകുത്തി നിൽക്കുന്നവളായ, സാഷ്ടാംഗം പ്രണമിച്ച് നിൽക്കുന്നവളായിട്ടുള്ള ആ അപ്സരസിനെ കണ്ടിട്ട്, വേപന്തി എന്ന് പറഞ്ഞാൽ വിറയ്ക്കുകയാണ്, പേടിച്ച് വിറയ്ക്കുക. താൻ ചെയ്ത പ്രവൃത്തി ഒട്ടും ശരിയായില്ല എന്നുള്ളത് മേനകയ്ക്ക് അറിയാം. പക്ഷേ ദേവേന്ദ്രനൊക്കെ നിർബന്ധിച്ചത് കൊണ്ടാണ് മേനക അങ്ങനെ ചെയ്തത്. വിശ്വാമിത്രൻ ഈ കാര്യം മനസ്സിലായി എന്ന് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഭയന്നത് മേനക തന്നെയാണ്. അതുകൊണ്ടാണ് ഭയന്ന് വിറച്ച് ആ വിശ്വാമിത്രൻ്റെ മുമ്പിൽ നിൽക്കുന്നവളായ, പ്രണമിച്ച് നിൽക്കുന്നവളായിട്ടുള്ള മേനകയെ എന്താ ചെയ്തത്? മധുരൈഹി വാക്യൈഹി കുശികാത്മജ മേനകാം വിസൃജ്യ. നല്ല വാക്കുകളെ കൊണ്ട് ആ മേനകയെ പറഞ്ഞയച്ചു. കുശികാത്മജൻ വിശ്വാമിത്രൻ മേനകയെ ശപിച്ചൊന്നുമില്ല, നല്ല വാക്കുകൾ പറഞ്ഞിട്ട്, മധുരങ്ങളായിട്ടുള്ള വാക്കുകളെ കൊണ്ട് മേനകയെ തൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞയച്ചു. മധുരങ്ങളായിട്ടുള്ള വാക്കെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ശപിക്കാഞ്ഞത് എന്തുകൊണ്ടാണ്? അത് മേനകയുടെ മാത്രം കുറ്റമൊന്നുമല്ലല്ലോ, അതിൽ പങ്ക് വിശ്വാമിത്രനും ഉണ്ട്. കുറച്ചു കാലം സുഖമായിട്ട് താമസിച്ചവരല്ലേ. അങ്ങനെയുള്ള ഒരാളെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ശപിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് പറയാണ്, നിന്നെ ഞാൻ പരിഗണിക്കുന്നുണ്ട്, പക്ഷേ ഇനി എൻ്റെ കൂടെ താമസിക്കാൻ പറ്റില്ല. നീ തിരിച്ച് സ്വർഗ്ഗലോകത്തേക്ക് പൊക്കോളൂ. എൻ്റെ തപസ്സിന് വിഘ്നം വരാൻ കാരണമായത് ഞാൻ തന്നെയാണ്. എൻ്റെ മനസ്സിൽ വന്നു കയറിയതായ കാമവും മോഹമൊക്കെയാണ് എൻ്റെ തപസ്സിനെ ഇല്ലാതെയാക്കിയത്. നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചവരായ ആ ദേവന്മാർ, അവരുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. നീ തിരിച്ചു പൊക്കോളൂ എന്ന് പറഞ്ഞ്
വളരെ സാന്ത്വന വാക്കുകളെ കൊണ്ട് മേനകയെ തിരിച്ച് സ്വർഗ്ഗലോകത്തിലേക്ക് വിശ്വാമിത്രൻ പറഞ്ഞയച്ചു. അതിനുശേഷം ഉത്തരം പർവ്വതം രാമ വിശ്വാമിത്രോ ജഗാമഹ സകൃത്വാ നൈഷ്ഠികീം ബുദ്ധിം ജേതുകാമോ മഹായശ. അതിനുശേഷം ആ പുഷ്കര തീർത്ഥത്തിൽ നിന്നും വിശ്വാമിത്രൻ പോവുകയാണ്. എവിടേക്കാണ് പോയത്? ഉത്തരം പർവ്വതം, വടക്ക് ദിക്കിലുള്ള ഒരു പർവ്വതദേശത്തിലേക്ക് വിശ്വാമിത്രൻ പോയി. വിശ്വാമിത്രോ ജഗാമഹ, വിശ്വാമിത്രൻ വടക്ക് ഭാഗത്തുള്ള ഒരു പർവ്വത പ്രദേശത്തിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് സകൃത്വാ നൈഷ്ഠികീം ബുദ്ധിം, അവിടെ ചെന്ന് നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ട് നിഷ്ഠയോട് കൂടിയിട്ട് ബുദ്ധി പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഒരു കൃത്യമായ ചിട്ടയോട് കൂടിയിട്ട് അവിടെ ജീവിച്ചു. ഒരാൾക്കും ഇടപെടാൻ പറ്റാത്ത വിധത്തിൽ, ആരുടെ സ്വാധീനത്തിലും പെടാത്ത വിധത്തിൽ വിശ്വാമിത്രൻ കഠിനമായിട്ട് പിന്നെയും തപസ് ചെയ്ത് തൻ്റെ കാമത്തെ മോഹത്തെയൊക്കെ എതിർത്തുകൊണ്ട് അതിനെയൊക്കെ ജയിക്കാൻ വേണ്ടിയിട്ട്, അതാണ് ജേതുകാമഹ, കാമത്തെ ജയിക്കുന്നതിന് വേണ്ടിയിട്ട് മഹായശസ്വിയായിട്ടുള്ള ആ വിശ്വാമിത്രൻ നൈഷ്ഠികമായ ബുദ്ധിയോട് കൂടിയിട്ട്, ഏകാഗ്രമായ ബുദ്ധിയോട് കൂടിയിട്ട് ഉത്തരപർവ്വതത്തിൽ പോയിരുന്ന് തപസ്സു ചെയ്തു എന്നാണ് പറയണത്. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. തപസോ ഹി മഹാവിഘ്നോ വിശ്വാമിത്രമുപാഗമത് തസ്യാം വസന്ധ്യാം വർഷാണി പഞ്ചപഞ്ചചരാഘവ വിശ്വാമിത്രാശ്രമേ സൗമ്യേ സുഖേന വ്യതിചക്രമോ അധ കാലേ ഗതേ തസ്മിൻ വിശ്വാമിത്രോ മഹാമുനി സവ്രീഡൈവ സംവൃത്തശ്ചിന്താശോകപരായണ ബുദ്ധിർമുനേ സമുത്പന്നാ സാമർഷാ രഘുനന്ദന സർവം സുരാണാം കർമ്മൈതത്തപോപഹരണം മഹത് അഹോരാത്രാപദേശേന ഗതാ സംവത്സരാദശ കാമമോഹാഭിഭൂതസ്യ വിഘ്നോയം പ്രത്യുപസ്ഥിത സ നിശ്വസൻ മുനിവര പശ്ചാത്താപേന ദുഃഖിത ഭീതാമപ്സരസം ദൃഷ്ട്വാ വേപന്തീം പ്രാഞ്ജലിം സ്ഥിതാം മേനകാം മധുരൈർവാക്യൈർവിസൃജ്യ കുശികാത്മജ ഉത്തരം പർവ്വതം രാമ വിശ്വാമിത്രോ ജഗാമഹ സകൃത്വാ നൈഷ്ഠികീം ബുദ്ധിം ജേതുകാമോ മഹായശാഹ. അങ്ങനെ കഠിനമായിട്ട് പിന്നെയും വിശ്വാമിത്രൻ തപസ്സു ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിർത്തുകയാണ്. ഇന്നത്തെ ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.